ഇത് കൊള്ളാലോ ഈ പരിപാടി. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളിതിന് കാശ് കൊടുത്ത സാധനങ്ങൾ വാങ്ങിക്കണേ. ആഹാ, ഇത് അവളെ കൊണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് തന്നെ കാര്യം. അമ്മയുടെ മോള് ഇവിടെ ഇരുന്ന് ഡ്രസ്സ് തയ്ക്കായിരുന്ന. അതെ, അമ്മ ഒരു വീഡിയോ കണ്ടിട്ട് ഈ കുറെ സാധനങ്ങളിൽ നിന്ന് നമ്മൾ വിചാരിക്കാത്ത പോലത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഈ കറിയൊക്കെ വെക്കണതേ. എൻ്റെ മോളൊരു കാര്യം ചെയ്യും, കുറച്ച് ചകിരി ഇരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ, കുറച്ച് ചകിരി ബാക്കിൽ ഇരിക്കുന്നുണ്ട്. എൻ്റെ മോൾ ഇത് വെച്ച് ഇവിടെ കറി ഉണ്ടാക്കും. അപ്പോഴാകുമ്പോൾ നമുക്ക് സാധനങ്ങൾ വാങ്ങിച്ച് കാശ് ചെലവാക്കും വേണ്ട. വേഗം ഉണ്ടാക്കി കൊണ്ടുവരണേ കേട്ടാ. വെറുതെ പൊന്നേന്ന് വിളിച്ചു വന്നത്. അയ്യേ, തൊള്ളക്ക് പ്രാന്തായി. നമ്മള് ചങ്കിരി വെച്ചിട്ട് ഞാനെന്തും കൂടി ഉണ്ടാക്കി കൊടുക്കാനാ. ഓരോ വീഡിയോ കൊണ്ട് വന്നോളൂ. A few moments later. അമ്മ വീടിന്റെ ബാക്കിൽ വന്നിരിക്കണം. ഞാനമ്മേനെ എവിടെയൊക്കെ തപ്പി. അമ്മ പറഞ്ഞ സ്പെഷ്യലി സാധനം ഉണ്ടാക്കിയിട്ട് ഞാൻ തിന്ന് നോക്കി. ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് വന്നാ. എങ്ങനെയുണ്ട്? ഇതെന്താ മോളെ ചൊറിയണേ? ചൊറിയണ പോലെയാ? അതമ്മ ഇത് തിന്നാത്ത കാരണമായിരിക്കും. ഇത് തിന്ന് ശീലായിക്കോളും. No. അമ്മയ്ക്ക് തിന്ന് ശീലമില്ലാത്ത കാരണം അമ്മേ. ഇനി ഇത് അപ്പുറത്ത് മറ്റേ ചേച്ചിയുടെ പശു ചാണകം ഇട്ട് വെച്ചിട്ടുണ്ട്. അത് കാലിക്കൊരു പുട്ട് പോലെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ശരീരത്തിന് നല്ലതാന്നാ പറഞ്ഞേ. അതും കൂടി ഒന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നാലോ? പോയില്ലേ, നമ്മുടെ സൗന്ദര്യം ഇങ്ങനെ തോന്നുമ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിച്ചാ. പോയി എടുത്തിട്ട് വരട്ടെ ഞാൻ? ഇല്ല, വേണ്ട, അമ്മയ്ക്ക് സൗന്ദര്യമൊക്കെ മതി. എന്തിനും ഇപ്പൊ കൂടുതൽ സൗന്ദര്യം ആണോ? എന്നതേ അവിടെ ആട്ടുംകാട്ടം, ആട്ടുംകാട്ടം ഇട്ടുണ്ട്. ആ ആട്ടുംകാട്ടം കുറച്ച് എടുത്തിട്ട് വരട്ടെ. അത് ബുദ്ധിക്കും ഇതിനൊക്കെ നല്ലതാ. ഇനിയിപ്പോ വയസ്സായിട്ട് എന്തു തോർത്തിരിക്കാനാ? പഠിക്കാനൊന്നും പോകണില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, അവിടെ വല്ല പയർ എന്തെങ്കിലും ഇരിക്കണ്ടാവും, അത് വെച്ച് വല്ല കൂട്ടാണ്ടാക്കിയാൽ മതി. നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റില്ല. ഇനി വലുത് അമ്മയ്ക്ക് തിന്നാൻ തോന്നുകയാണെങ്കിൽ എന്നോട് പറയണേ. ശരി.